അപ്പോൾ പുതിയ ഗ്രാൻഡ് വിറ്റാര എടുത്തിരിക്കുന്നവർ ബേസ് മോഡലാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു വാഹനം ബേസ് മോഡലിൽ നിന്നും ടോപ്പ് മോഡലിലേക്ക് മാറ്റണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും ഭംഗിയാക്കുക നമ്മുടെ വാഹനം നല്ല രീതിയിൽ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കാണാൻ നല്ല ഭംഗിയാക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതിന് പ്രകാരം തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനവും നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ട് കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു വാഹനം നമുക്ക് വന്നിരിക്കുന്നത് ചാവക്കാട് നിന്നാണ്. പുതിയ ഗ്രാൻഡ് വിറ്റാരയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ചിങ്, അതുപോലെ തന്നെ ഇൻറ്റീരിയർ സ്റ്റൈലിഷിംഗ് കിറ്റ്, പിന്നെ നമ്മളൊരു ഫ്രണ്ട് ബാക്ക് DVR ക്യാമറ അവർ കൊണ്ടുവന്ന ഒരു പാർട്ടാണ്. അതും നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഹനം ഏതു തന്നെയും ആവട്ടെ, നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ അതിനെ മനോഹരമാക്കി തീർക്കാൻ എന്തെല്ലാം ആക്സസറീസുകൾ വേണം, എങ്ങനെയെല്ലാം അതിനെ മോഡിഫിക്കേഷൻ ചെയ്യണം എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഇൻസ്റ്റയുടെ പേജിലും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും ഓരോ വാഹനത്തിന് അതാതായ രീതിയിലുള്ള മോഡിഫിക്കേഷൻ എപ്രകാരമാണെന്നുള്ളത് നമ്മുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പൂർണ്ണമായിട്ടും അതിൽ നമ്മൾ ഓരോ വാഹനങ്ങളുടെയും ചെയ്ത വർക്കുകൾ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞു നീട്ടിക്കുന്നില്ല. നമ്മൾ ഈ ചെയ്ത വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്ന വർക്കുകളും കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഗ്രാൻഡ് വിറ്റാരയിലേക്കാണ്. സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ആദ്യമേ ചെയ്തുകൊണ്ടിരിക്കാനുണ്ടാ. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു ഐറ്റം തന്നെ പറയാം. നമ്മുടെ ഫ്രണ്ടിൽ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്റ്റൈലിഷിംഗ് കിറ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് മോഡലിൽ വരുന്ന ഒരു ലെതർ റാപ്പിംഗ് ഉള്ള ഒരു ഡാഷ് ബോർഡുമ്പോൾ വരുന്ന ഈ ഒരു പോർഷൻ, ഇപ്പോൾ ഈ ഒരു ബേസ് മോഡൽ വാഹനത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു പോർഷൻ ഫൈബർ പോർഷനാണ്. ഇതിൽ കൃത്യമായിട്ട് നമ്മൾ ഡബിൾ സ്റ്റിച്ചിങ്ങോട് കൂടിയ ഒരു ലെതർ സ്റ്റിച്ചിങ് റാപ്പിംഗ് സിസ്റ്റം നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതെ ഈ ഒരു സ്റ്റീരിയോടെ തൊട്ട് താഴത്ത് വരുന്ന ഈ ഒരു പാനലിങ് വരുന്നത് സ്മോക്ക് ടൈപ്പാണ്. സ്മോക്ക് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോസി ഫിനിഷിംഗ് അല്ല. അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്ത് പിയാനോ ബ്ലാക്കിലേക്ക് നമ്മളത് ചേഞ്ച് ചെയ്യും. കൂടാതെ നമ്മുടെ ഈ ഒരു ഗിയറിൻ്റെ ഈ ഒരു പോർഷനിൽ വരുന്നതും മാറ്റ് ഫിനിഷാണ്. അപ്പോൾ ഈ ഒരു ഭാഗവും നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്ത് ഗ്ലോസി ഫിനിഷിംഗ് വിത്ത് സിൽവർ പാറ്റേണിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണ്. പ്രധാനമായും ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്ന സ്റ്റിയറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ബാക്കി ഏകദേശം നമ്മുടെ ഈ ഒരു വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകേണ്ട നമ്മൾ ഇവർ വരുന്ന ഒറിജിനൽ മോഡൽ പാർസൽ ട്രേ നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബേസ് മോഡൽ വാഹനം വരുമ്പോൾ ഇതുപോലെയുള്ളൊരു പാർസൽ ട്രേ ഈ വാഹനത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് കറക്റ്റ് കമ്പനി വരുന്ന ഒറിജിനൽ ഒരു പാർസൽ ട്രേ നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു. അതുകൂടാതെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ ഗ്രാൻഡ് വിറ്റാര നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ആക്സസറീസുകൾ എന്തെല്ലാമാണ്, എങ്ങനെയെല്ലാമാണ് ആക്സസറീസുകൾ വരിക, എങ്ങനെയാണ് അതിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടേതായ ആവശ്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കാര്യങ്ങളെല്ലാം നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ചിങ് ഏകദേശം ഇതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡ് നൂലിൻ്റെ ഇട്ടിട്ടാണ് നമ്മുടെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് സ്റ്റിയറിങ്ങിൻ്റെ അതേ പാറ്റേണിൽ തന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് ഡോട്ട് മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് അതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരു ക്രോസ് റെഡ് നൂലും അതുപോലെ തന്നെ ഫുൾ സ്റ്റിച്ചിങ് റെഡ് നൂലും വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റിയറിംഗ് കവർ നമ്മൾ റാപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് മൊത്തം ആ ഒരു പോർഷൻ നമ്മൾ പൂർണ്ണമായിട്ടും ചേഞ്ച് ചെയ്ത് വിടാം. കമ്പനി കൊടുത്തിരിക്കുന്ന ആ ഒരു ഫൈബർ പാനൽ മൊത്തമായിട്ട് നമ്മൾ ഊരിയെടുത്തു. അതുപോലെ തന്നെ ലെതർ റാപ്പിംഗ് ഉള്ളത് ഈ ഒരു പോർഷൻ നമ്മൾ ഫിറ്റ് ചെയ്തു. ടോപ്പ് മോഡലിൽ വരുന്ന ഈ ഒരു സെയിം പോർഷനാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി എന്ന് തന്നെ പറയാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീരിയോയുടെ പാനലും സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഊരിയെടുത്തു. ഇത് കമ്പനിയുടെ ഒറിജിനൽ വരുന്ന സ്റ്റീരിയോ തന്നെയാണ്. അപ്പോൾ നമ്മളത് പൂർണ്ണമായി ഊരിയെടുത്തതിന് ശേഷമാണ് അതിൻ്റെ ഗ്ലോസി ഫിനിഷിങ് പാനൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് AC വെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ ഊരിയെടുത്ത് കൃത്യമായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന പുതിയ പിയാനോ ബ്ലാക്ക് പാനലിലേക്ക് കമ്പനിയുടെ ഒറിജിനൽ ഇതുപോലെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ ഒരു പോർഷൻ ഹസാർഡ് സ്വിച്ച് കാര്യങ്ങളെല്ലാം ഊരിയെടുത്ത് അതിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യും. അപ്പോൾ വാഹനത്തിൻ്റെ ടോട്ടൽ ഇൻറ്റീരിയർ ടോട്ടൽ ചേഞ്ചായി എന്ന് തന്നെ പറയാം. ഇതുപോലെ ബ്ലാക്ക് ഫിനിഷിങ്ങും ഇത് നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഇതുപോലെ നമ്മൾ അതിൻ്റെ ഫിഗ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ഒരു ടോപ്പ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം ഫിനിഷിങ് കാര്യങ്ങളെല്ലാം അതിലുണ്ടോ
അതുപോലെ തന്നെ നമ്മുടെ ഒരു ബേസ് മോഡൽ വാഹനവും ഇൻറ്റീരിയർ ഭംഗിയാക്കി എടുക്കാൻ നമുക്ക് എത്രത്തോളം പറ്റുമെന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അതായത് ഇതുപോലെ അതിൻ്റെ ഓരോ പാർട്സും കൃത്യമായിട്ട് ഊരി, ഇതൊരു കമ്പനി സ്റ്റീരിയോ വരുന്ന വാഹനമാണ്. ആ പാനൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതായത് ഇതുപോലെ കൃത്യമായിട്ട് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഊരിയെടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റീരിയോ കംപ്ലീറ്റ് നമ്മളിത് റീപ്ലേസ് ചെയ്ത് ഫിറ്റ് ചെയ്തു. പിന്നെ ഊരിയെടുത്ത ആ ഒരു സിൽവർ എലമെൻ്റ് ഇതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക.